എൻ്റെ പേര് രേഖ PS. ഞാൻ അഞ്ചാലമൂട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹൈസ്കൂൾ വിഭാഗം അധ്യാപികയാണ്. ഒരു അധ്യാപിക എന്ന നിലയിൽ എനിക്ക് മാഡത്തിനോട് ചോദിക്കാനുള്ളത്, ആർത്തവ സമയത്തെ ശുചിത്വത്തെക്കുറിച്ച് എന്തെല്ലാം കാര്യങ്ങളാണ് ഞാൻ എൻ്റെ കുട്ടികളോട് പറഞ്ഞു കൊടുക്കേണ്ടത്? രേഖ ചോദിച്ചത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. പ്രധാനമായിട്ടും നമ്മൾ മെനിസ്ട്രേഷൻ്റെ സമയത്ത് പേഴ്സണൽ ഹൈജീൻ നന്നായിട്ട് കീപ്പ് ചെയ്യുക. വ്യക്തി ശുചിത്വം, അതായത് സാധാരണ നമ്മൾ ഒരു നേരം കുളിക്കുന്ന ഒരാളാണെങ്കിൽ പോലും 2 നേരം കുളിക്കാനും, അതോടൊപ്പം തന്നെ വസ്ത്രങ്ങൾ, പ്രധാനമായും അടിവസ്ത്രങ്ങൾ ദിവസവും 2 നേരമെങ്കിലും മാറ്റുക. ആ അടിവസ്ത്രങ്ങൾ ഇൻഫെക്ഷൻ, അതായത് നമ്മുടെ ബ്ലഡൊക്കെ സോക്ക് ചെയ്തിട്ടുള്ള അടിവസ്ത്രങ്ങളാണെങ്കിൽ അത് തീർച്ചയായും ഇടയ്ക്ക് തന്നെ മാറ്റേണ്ടത് അത്യാവശ്യമാണ്. കൗമാരപ്രായത്തിലുള്ള കുട്ടികൾക്ക്, അതായത് സ്കൂളിലൊക്കെ വരുന്ന കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും നല്ലത് സാനിറ്ററി നാപ്കിൻസ് തന്നെയാണ്. സാനിറ്ററി നാപ്കിൻസ് പ്രോപ്പറായിട്ട് ഏത് തന്നെ പ്രോഡക്റ്റ് ആയാലും നമ്മൾ യൂസ് ചെയ്യുന്നതിന് മുമ്പ് കൈ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വേണം അത് യൂസ് ചെയ്യാനായിട്ട്. പിന്നെ പ്രോപ്പർ സാനിറ്ററി നാപ്കിൻ ഡിസ്പോസൽ ഒരു ഫെസിലിറ്റി സ്കൂളുകളിൽ ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇപ്പോൾ പാഡ് വെൻഡിങ് മെഷീൻസ് ഒക്കെ മിക്ക സ്കൂളുകളിലും ഉണ്ട്. പക്ഷേ അഥവാ ആ ഫെസിലിറ്റി ഇല്ലെങ്കിൽ പോലും ഒരു ഡസ്റ്റ്ബിൻ, നന്നായിട്ട് കവർ ചെയ്തൊരു ഡസ്റ്റ്ബിൻ നമ്മൾ സ്കൂളിലെ വാഷ്റൂംസിലൊക്കെ വേണം. അതുപോലെ തന്നെ മാനേജ്മെൻറ്റും ടീച്ചേഴ്സും ഇടയ്ക്കിടയ്ക്ക് നോക്കണം അവിടെ നല്ല ഫ്രഷ് വാട്ടർ കിട്ടുന്നുണ്ടോ, ഹൈജീൻ ഉണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്കൂൾ അധികൃതർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് ഒരു ഫാക്ടറാണ്, നമ്മൾ സ്കൂളിൽ വരുന്ന കുഞ്ഞുങ്ങൾ പീരീഡ്സിൻ്റെ സമയത്ത് യൂറിൻ പാസ് ചെയ്യത്തില്ല. അവർ യൂറിൻ ഹോൾഡ് ചെയ്ത് വെക്കും. അത് വളരെയധികം കേടുള്ളതാണ്. ഫ്യൂച്ചറിലും അതുമൂലം പ്രോബ്ലംസ് ഉണ്ടാകാം. പീരീഡ്സ് ഉള്ള സമയത്ത് നിർബന്ധമായും ഇടയ്ക്കിടയ്ക്ക് യൂറിൻ പാസ് ചെയ്തിരിക്കണം. ഒരിക്കലും യൂറിൻ ഹോൾഡ് ചെയ്ത് വെക്കാൻ പാടില്ല. കാര്യം എന്ന് വെച്ചാൽ അതുകൊണ്ട് ഇൻഫെക്ഷൻസ് അസെൻഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ചില കുട്ടികൾ ഈ നമ്മുടെ പാഡിലുള്ള ബ്ലഡും സ്മെല്ലും ഒക്കെ കൊണ്ട് വാഷ്റൂമിൽ പോകാനായിട്ട് അവർക്ക് അറപ്പുണ്ട്. ഇത് നമ്മൾ കറക്റ്റായിട്ട് ഇത് കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അതുപോലെ യൂസ് ചെയ്ത പാഡ് ഒരിക്കലും തുറസായ സ്ഥലത്ത് ഇടരുത്. അത് നന്നായിട്ട് കവർ ചെയ്തിട്ട് ഡസ്റ്റ്ബിന്നിൽ നിക്ഷേപിക്കുക, അല്ലെങ്കിൽ ഇൻഫെക്ഷൻസ് ഒക്കെ സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ഇത് പീരീഡ്സിന്റെ സമയത്ത് വജൈന ആ ഭാഗമൊക്കെ നമ്മൾ യൂറിൻ പാസ് ചെയ്ത് കഴിഞ്ഞിട്ടും വാഷ് ചെയ്യുക. കാര്യം വാഷ് ചെയ്തില്ലെങ്കിൽ നമുക്ക് എപ്പോഴും വാഷ് ചെയ്യാൻ നല്ല ഫ്രഷ് ആയിട്ടുള്ള വെള്ളം ഉപയോഗിച്ച് വാഷ് ചെയ്യുക. വാഷ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അത് ഫ്രണ്ടിൽ നിന്നും ബാക്കിലോട്ട് വേണം വാഷ് ചെയ്യാൻ. ഒരിക്കലും നമ്മൾ മലാശയത്തിൽ നിന്നും ഫ്രണ്ടിലേക്ക് വാഷ് ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ അതുകൊണ്ട് അണുബാധ ഉണ്ടാകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. പിന്നെ ഒരു ജനറൽ ആയിട്ടുള്ളൊരു കാര്യം ഞാൻ പറയുകയാണെങ്കിൽ 14 വയസ്സിന് ശേഷവും പീരീഡ്സ്, അതായത് 14-15 വയസ്സിനുള്ളിൽ പീരീഡ്സ് ആയില്ലെങ്കിലും നമ്മളൊരു ഗൈനക്കോളജിസ്റ്റിനെ കാണിക്കേണ്ടത് അത്യാവശ്യമാണ്. പിന്നെ പീരീഡ്സിന്റെ സമയത്ത് ചെറിയ അസ്വസ്ഥതകൾ എല്ലാവർക്കും കാണാറുണ്ട്, എല്ലാ കുഞ്ഞുങ്ങൾക്കും. അപ്പോൾ അത് നമ്മൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കുക. ഇനി അഥവാ സ്കൂളിൽ വരാൻ പറ്റാത്ത രീതിയിലുള്ള വേദനയോ ഹെവി ആയിട്ടുള്ള ബ്ലീഡിങ്ങോ വല്ലതും ഉണ്ടെങ്കിൽ നമ്മളൊരു ഗൈനക്കോളജിസ്റ്റിന്റെ സേവനം തേടേണ്ടതും അത്യാവശ്യമാണ്.